ഇതിൻ്റെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അങ്ങനെ ഒരു സ്റ്റെൻസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മെഴുകുതിരി കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. സിലിണ്ടർ ടൈപ്പിലുള്ള ചാർട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റെൻസിൽ വെച്ച് അത് കട്ട് ചെയ്യുക. ആവശ്യത്തിന് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 6 എണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മീതയ്ക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ അത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വർക്കാണ് ചെയ്തത് വെച്ചെങ്കിലും ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു വർക്കിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. സോ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.